ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ മന്തി. എന്നാൽ പിന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ കാര്യം. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്കുണ്ടാക്കാം. അപ്പം അതിന് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കറുവപ്പട്ടയുണ്ട്, ഏലക്ക, ഗ്രാമ്പൂ, ചെറിയ ജീരകം, പിന്നെ കുറച്ച് കുരുമുളക്. ഇത്രയും സാധനങ്ങൾ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണേ. പൊടിച്ചെന്ന് പറയുമ്പം തീരെ നൈസായിട്ടുള്ള പൊടി വേണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ചെറിയ തരിതരിപ്പൊക്കെ ഉണ്ടായിക്കോട്ടെ. അപ്പം ഇത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാലയാണ്. അപ്പോൾ ഇത്രയും ഇങ്ങനെ തരിതരിപ്പായിട്ടൊക്കെ പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ ചേർക്കുന്ന ചിക്കൻ്റെ മാഗി സ്റ്റോക്കാണ്. അത് ഒരു പാക്കറ്റാണ്. ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ 2 കട്ടയുണ്ട്. അത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാനതിന് വേണ്ടി 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു ഇടത്തരം ചെറിയ പീസുകളൊക്കെ ആയിട്ടാട്ടോ മുറിച്ച് വെച്ചിരിക്കുന്നത്. ഒത്തിരി വലുതാക്കണ്ട, അപ്പം ഉള്ളു വേകാനൊക്കെ താമസം ഉണ്ടാവും. അപ്പം കഴുകി നല്ലപോലെ വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ അകത്തോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മസാലപ്പൊടി ചേർക്കാവേ. ബിരിയാണിയുടെ മസാല അല്ല നമ്മൾ മന്തിക്കിടുന്നത്. മന്തിയുടെ മസാല കുറച്ച് വ്യത്യാസമുണ്ടല്ലോ. അപ്പം എല്ലാം കൂടെ നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കൂടെ ഇടുക. അതിൻ്റെ കൂടെ 1 സ്പൂണ് മുളക് പൊടി, പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എണ്ണയാണ്. അപ്പം സാധാരണ എല്ലാവരും മന്തിക്ക് ഒലിവ് എണ്ണ എടുക്കും, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഇത് രണ്ടുമല്ല, ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നമുക്കിവിടെ ആട്ടിച്ച ശുദ്ധമായ വെളിച്ചെണ്ണയുണ്ട്. അതാണ് ഒരു 2 ടേബിൾ സ്പൂണ് എണ്ണ ചേർക്കണം. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് വെളിച്ചെണ്ണ വേണം, ഇങ്ങനെ കട്ടയാകും. എന്നാലും വേണ്ടില്ല, അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ സ്റ്റോക്ക്, അതൊരു 2 കട്ട എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈ കൊണ്ടങ്ങ് പൊട്ടിക്കുമ്പോഴത്തേനും അതിങ്ങനെ അലിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്താണ് നമ്മൾ ഈ മസാല എല്ലാം കൂടെ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ നന്നായിട്ട് നല്ലപോലെ നമ്മളത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. എങ്കിലേ ആ മസാലയൊക്കെ അതിലോട്ട് പിടിക്കുകയുള്ളൂ. നമ്മൾ വിചാരിക്കും ഈ ചിക്കൻ മന്തിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ നല്ല ഈസിയാണ്. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പം നമ്മൾ വിചാരിക്കും ഇത് എന്ത് ബുദ്ധിമുട്ടാണെന്നൊക്കെ അല്ലേ. പക്ഷെ ഇത് ഭയങ്കര ഈസിയാണ്. എളുപ്പം, എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ നല്ലതുപോലെ നമ്മൾ മസാലയൊക്കെ അതിൽ തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു അരമണിക്കൂർ നേരം ഇത് വയ്ക്കുന്നത് നല്ലതാണ്. ഇനി അതിൽ കൂടുതൽ സമയം കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ അരമണിക്കൂർ നേരത്തേനെ ഇത് വെക്കുന്നുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. നമുക്കത് കവർ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇനി നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ചോറിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്, ബിരിയാണി അരിയല്ല. ഇത് നീളമുള്ള അരി. ഇതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. മന്തി, കബ്സ ഇതൊക്കെ ഉണ്ടാക്കാൻ ബസ്മതി അരിയാണല്ലോ എടുക്കുന്നത്. നല്ല നീളമുള്ള അരി അല്ലേ. ഇതിന് ഈ അരിക്ക് പ്രത്യേകിച്ച് മണമോ അങ്ങനെ ടേസ്റ്റൊന്നുമില്ല. നമ്മൾ എന്ത് ചേർക്കുന്നു അതുപോലെ ഇരിക്കും. അപ്പോൾ അരി നല്ലതുപോലെ വൃത്തിയായിട്ട് കഴുകി 4-5 പ്രാവശ്യമൊക്കെ വെള്ളം തെളിയുന്നവരെയൊക്കെ നല്ലതുപോലെ കഴുകിയിട്ട് ഇത് നമുക്കൊരു അരമണിക്കൂർ നേരം കുതിരാനായിട്ട് വെക്കണേ. വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചേക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്കൊന്ന് സ്റ്റീം ചെയ്യണം. അപ്പോൾ അതൊരു അരമണിക്കൂറായിട്ടുണ്ട്. ഞാനിവിടെ വെള്ളം അളന്നാണ് എടുക്കുന്നത്. ഇതൊരു 2.5 കപ്പ് വെള്ളമാണ് സ്റ്റീം ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചോറ് വേവിക്കുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ്. അപ്പോൾ മൊത്തം ഞാൻ 5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. മൊത്തം 7.5 ഗ്ലാസ് വെള്ളം വേണം. അപ്പോൾ അതിൽ 2.5 ഗ്ലാസ് വെള്ളം ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് അരമണിക്കൂറായല്ലോ ഇരിക്കുന്നു. നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റീമർ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ സ്റ്റീം ചെയ്യാൻ എടുക്കുന്ന ആ പാത്രത്തിൻ്റെ അകത്ത് നമുക്ക് ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചിക്കനെല്ലാം പെറുക്കി സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. ഒരു 10-15 മിനിറ്റ് മതിയാവും. നമുക്ക് ആവി വരുന്ന കാണാമല്ലോ. അപ്പോൾ നമുക്ക് അന്നേരത്തെ നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടും. അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ ചിക്കൻ വറക്കുമ്പം ചിലപ്പോൾ ഉള്ളൊന്നും വെന്തില്ലെന്ന് വരും. പിന്നെ കുറേ സമയമൊക്കെ എടുക്കും ഇതിങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് വേവിച്ചെടുക്കാനൊക്കെ. അപ്പോൾ സ്റ്റീം ചെയ്യാൻ വെക്കുവാണെങ്കിൽ ചിക്കൻ നല്ലപോലെ വെന്തും കിട്ടും. പിന്നെ ആ ചിക്കൻ വെന്ത വെള്ളം, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അത് നമ്മൾ ചോറിലാണ് ഒഴിക്കുന്നത്. ചോറിലല്ല, ചോറുണ്ടാക്കാനുള്ള അരിയിൽ. അപ്പോൾ അതിട്ട് അരി വെന്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതവിടെ ഇരുന്ന് സ്റ്റീം ആകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ അരിയിലേക്ക് വേണ്ട കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ക്യാപ്സിക്കമാണ്, പിന്നെ ഒരു സവോള ഞുറുക്കി എടുത്തിട്ടുണ്ട്. സാധാരണ സ്പ്രിംഗ് ഒനിയനാണ്, എനിക്കിപ്പോൾ അതില്ല, അതുകൊണ്ട് ഞാൻ സവാള എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറുനാരങ്ങ വേണം നമ്മളതിൻ്റെ
നീര് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയുണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, അതിൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ ഇത് അവിടെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചെന്നാൽ കൊത്തമല്ലി, നമ്മുടെ മുഴുവൻ മല്ലിയില്ലേ അത്, അതുപോലെ തന്നെ കുരുമുളക്. ഇതൊന്നും പൊടിക്കണ്ട. പിന്നെ നമ്മുടെ ബ്ലാക്ക് ലെമൺ വേണം, പിന്നെ ചിക്കൻ സ്റ്റോക്കും വേണം. ഇതിൽ ഞാൻ ഒരു പാക്കറ്റിൽ സാധാരണ 2 കട്ടയുണ്ടാകും, ഞാൻ ഒരെണ്ണം എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ചിക്കൻ സ്റ്റീം ചെയ്യാൻ വെച്ച ആവി വെള്ളവും കൂടെ അതിലൊഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ തന്നെ ആ ചിക്കൻ്റെ എല്ലാം ഇറങ്ങിയിട്ടുണ്ട് സത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ ഒരു കട്ടയെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചോറിന് വേണ്ടത്. അപ്പം ചിക്കൻ ഒരുവിധം വെന്തിട്ടുണ്ട്, ആവിയൊക്കെ കയറുന്നുണ്ട്. നമുക്ക് പൊക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, നന്നായിട്ടുണ്ട്. അപ്പം ചിക്കൻ ഒരുവിധം ആയിട്ടുണ്ട്. നമുക്കത് അങ്ങനെ തന്നെ വയ്ക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു അലുമിനിയത്തിൻ്റെ ചെരുവാണ്. ഞാൻ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ ഇതാണ് എടുക്കുന്നത്, നോൺ സ്റ്റിക്കിൻ്റെ അല്ല. അപ്പോൾ നല്ല ചുവടുകട്ടിയുള്ള പാത്രം, അടിയിലൊന്നും പിടിക്കില്ല. അപ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള ജസ്റ്റ് ഒന്ന് വാടി തന്നാൽ മതി കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വാടി വരുന്നവരെ നമുക്കത് വേവിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് വെച്ചാൽ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാവേ. അതൊന്ന് പച്ചമണം ഒന്ന് പോകുന്നവരെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കമാണേ. എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കിയെടുക്കാം. എനിക്കൊരു പച്ചപ്പൊക്കെ ഒന്ന് മാറി ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് വാടി വരുമ്പം ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ചിക്കൻ സ്റ്റീം ചെയ്തതിൻ്റെ വെള്ളം നമ്മൾ ചേർക്കുന്നുണ്ടെന്ന്. ഒരെണ്ണം ചേർത്താൽ മതി. ഇനി കൂടുതൽ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ഒരു ക്യൂബും കൂടെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ. അതൊക്കെ നമുക്ക് ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടെ വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മല്ലി, കുരുമുളക്, പിന്നെ ബ്ലാക്ക് ലെമൺ ഇതും കൂടെ അതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന ബാക്കി വെള്ളം ഉണ്ടല്ലോ, 7.5 ഗ്ലാസ്സിൽ 5 ഗ്ലാസ്, 5 ഗ്ലാസ് അല്ല സോറി കേട്ടോ, കപ്പ്, 5 കപ്പ് വെള്ളം. അത് അരി അളന്ന കപ്പാണേ, അതിനകത്ത് പറഞ്ഞു. ഇതല്ല വലിയ കപ്പല്ല, ഇതിലോട്ട് അളന്ന് ഒഴിച്ച് വെച്ചതാണേ. അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് പിന്നെ സ്റ്റീം ചെയ്തതിൻ്റെ ബാക്കി വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുകയാണേ. അപ്പം മൊത്തം ഇപ്പം 7.5 ഗ്ലാസ് വെള്ളമായല്ലോ, മാറ്റി വെച്ചിരുന്ന വെള്ളവും പിന്നെ ഈ സ്റ്റീം ചെയ്തതിൻ്റെ വെള്ളവും എല്ലാം കൂടെ. പിന്നെ അതിനകത്തോട്ട് നമ്മൾ പാകത്തിന് ഉപ്പിടണം. ഉപ്പ് കുറച്ചിട്ടാൽ മതി, കാരണം ഈ ചിക്കൻ സ്റ്റോക്കിനൊക്കെ നല്ലപോലെ ഉപ്പുള്ളതാണ്. കൂടെ നമ്മൾ ചെറുനാരങ്ങ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കണം. എല്ലാം കൂടെ ഒഴിച്ച് നമുക്ക് ഇളക്കി വെള്ളം ഒന്ന് കുറച്ച് നേരം തിളപ്പിക്കണം. നമ്മൾ മൂടി വെച്ച് വെള്ളം തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് കഴുകി വാർന്ന് വെച്ചിരിക്കുന്ന അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം എല്ലാം വാർന്ന് പിന്നാക്കി വെച്ചിരുന്ന അരി നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ അരി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി നമ്മളിനി അത് മൂടി വെക്കും. പിന്നെ അധികം പണിയൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ ചിക്കൻ മന്തി ഉണ്ടാക്കാൻ. പിന്നെ നമ്മുടെ ചിക്കനും കൂടെ ഒന്ന് വറുത്തെടുത്താൽ മതി, ഇത്രയേ ഉള്ളൂ. അത് മൂടി വെക്കാം. മൂടി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി ഇടാം കേട്ടോ, ഒത്തിരി ഇടണ്ട, കാരണം അരി വേകണമല്ലോ. ഇത് പാകമാണ് ആ വെള്ളം. അപ്പോൾ അതാ അരി വെന്തിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ അത് അരിയൊക്കെ നല്ല വേറെ വേറെ ആയിട്ട് കിടപ്പുണ്ട്. ഒന്നും കൂട്ടിയിട്ടൊന്നുമില്ല, ഇങ്ങനെ കുഴഞ്ഞിട്ടൊന്നുമില്ല. നല്ല സൂപ്പറായിട്ട് ചോറ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കണം, ഒരു ശകലം എണ്ണ ഒഴിച്ചാൽ മതി. കാരണം മസാല തേക്കുമ്പോൾ അതിൽ ചിക്കനിൽ വെച്ചത് കാരണം, എണ്ണ ഒഴിച്ചത് കാരണം കുറച്ച് മതി കേട്ടോ. നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നും നോക്കാനില്ല, സെർവ് ചെയ്യുക, കഴിക്കുക. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം.